അടുത്ത മാസം തുടങ്ങുന്ന ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം തുടരുന്നു. മത്സരങ്ങൾ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംരക്ഷണാവകാശം ഏറ്റെടുക്കാൻ ഉത്തരവാദിത്തമില്ലെന്ന് പ്രസാർ ഭാരതി ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. സംരക്ഷണത്തിന് ഫിഫ ആവശ്യപ്പെടുന്ന ഉയർന്ന തുകയും അമേരിക്കയിലെ മത്സര സമയക്രമവും കാരണം പ്രമുഖ ചാനലുകൾ പിൻവാങ്ങിയതാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. ലോകകപ്പിലെ പ്രധാന മത്സരങ്ങൾ ദൂരദർശനിലൂടെയും DD സ്പോർട്സിലൂടെയും സൗജന്യമായി കാണിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് പ്രസാർ ഭാരതി ഈ നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ ഹർജിക്കാരനായ അഡ്വക്കേറ്റ് അവധേഷ് ബൈർവ പിന്നീട് ഈ ഹർജി പിൻവലിക്കുകയും മറ്റൊരു കോടതിയെ സമീപിക്കാൻ അനുമതി തേടുകയും ചെയ്തു. 2026-2030 ലോകകപ്പുകളുടെ സംരക്ഷണത്തിനായി ഫിഫ ആദ്യം ഏകദേശം $100 ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് $35 മില്യൺ ആക്കി കുറച്ചു. ജിയോസ്റ്റാർ സമർപ്പിച്ച $20 മില്യൺ ലേലത്തുക ഫിഫ നിരസിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മത്സരങ്ങൾ അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലായി നടക്കുന്നതിനാൽ ഇന്ത്യയിൽ അവ അർദ്ധരാത്രിയിലോ അതിരാവിലെയോ ആയിരിക്കും സംപ്രേഷണം ചെയ്യുക. ഇത്രയും വലിയ തുക മുടക്കി അവകാശം വാങ്ങിയാൽ ലാഭകരമാകുമോ എന്ന ആശങ്ക സംരക്ഷകർക്കുണ്ട്. എങ്കിലും ഇന്ത്യയിലെ വലിയ ഫുട്ബോൾ വിപണിയെ പൂർണ്ണമായും അവഗണിക്കാൻ ഫിഫയ്ക്കോ സംരക്ഷകർക്കോ കഴിയില്ല. അതിനാൽ തന്നെ ടൂർണമെന്റിന് മുമ്പ് ഒരു ധാരണയിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.